ഗോഡ്സിലേക്കും കോങ്ങിനുമെതിരെ പുതിയൊരു വമ്പൻ എതിരാളി. ഇരട്ട കൃഷ്ണമണികളുള്ള നീരാളിയെപ്പോലെ ടെന്റക്കിൾസ് ഉള്ള ഓഷ്യൻ ബേസ്ഡ് കൈജുവായ ടൈറ്റൻ എക്സ്. എന്നാൽ ടൈറ്റൻ എക്സ് വരാൻ പോകുന്നത് അടുത്ത സിനിമയായിട്ടുള്ള ഗോഡ്സില്ല എക്സ് കോങ് സൂപ്പർനോവയിലല്ല, മറിച്ച് മൊണാർക്ക് സീരീസിന്റെ സീസൺ 2-ലാണ്. നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, ഗോഡ്സില്ലയുടെയും കോങ്ങിൻ്റെയൊക്കെ സ്റ്റോറീസ് നടക്കുന്ന മോൺസ്റ്റർവേഴ്സ് എന്ന യൂണിവേഴ്സിന്റെ ഭാഗമാണ് ആപ്പിൾ ടിവിയിൽ വരുന്ന മൊണാർക്ക് എന്ന സീരീസ്, മൊണാർക്ക് ദ ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് എന്ന സീരീസ്. അപ്പോൾ ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് സീസൺ ഇറങ്ങിയ സമയത്ത് 2014 ആദ്യ ഗോഡ്സില്ല സിനിമയുടെ ആഫ്റ്റർ മാത്തും പിന്നെ 1960s ഫ്ലാഷ് ബാക്ക് ഒക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇപ്പോൾ 2017 നടക്കുന്ന സ്റ്റോറിയായിട്ടാണ് ഈ സീസൺ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് സീസൺ 1 ഇന്ത്യയിൽ കോങ്ങിനെ കാണിച്ചുകൊണ്ടായിരുന്നു. ഈ ഒരു സീസൺ 2 കോങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്ന കാര്യം തീർച്ചയാണ്. അതേപോലെ ഗോഡ്സില്ലയും തിരിച്ചെത്തും. രണ്ടുപേരും ആദ്യ സീസണിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഇവിടെയും ഉണ്ടാവും. അതിന്റെ കൂടെയാണ് ഈ ടൈറ്റൻ എക്സ് എന്ന ബിഗ് മോൺസ്റ്ററിന്റെ കടന്നുവരവ്. ആ ടൈറ്റൻ എക്സ് ഒരു സാധാരണ മോൺസ്റ്റർ ആണെന്ന് തോന്നുന്നില്ല. ഇവർക്കെല്ലാം വലിയൊരു ത്രെറ്റ് ആകും എന്നത് മാത്രമല്ല, വരാനിരിക്കുന്ന സൂപ്പർനോവ സിനിമയെ സെറ്റപ്പ് ചെയ്യുന്ന സ്പേസ് ഗോഡ്സില്ല എന്ന ആ സിനിമയിലെ വില്ലനിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു വലിയ ക്ലൂ ആയിരിക്കും ഈ ടൈറ്റൻ എക്സ് എന്ന മോൺസ്റ്റർ. അപ്പോൾ നമുക്കെല്ലാം ഡീറ്റെയിൽഡായി ബ്രേക്ക് ഡൗൺ ചെയ്യാം. വെൽക്കം ടു ഷോട്ട് ഓൺ ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. മൊണാർക്ക് സീസൺ 1 കാണാത്തവർക്കും കണ്ടിട്ട് മറന്നുപോയവർക്കും ക്വിക്കായിട്ടൊരു കോണ്ടെക്സ്റ്റ് തരാം. അപ്പോൾ ഈ മൊണാർക്ക് സീസൺ 1 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പുതിയൊരു ഡയമെൻഷനാണ് ആക്സിസ് മുണ്ടി. അപ്പോൾ നമുക്കറിയാം, ഓൾറെഡി മോൺസ്റ്റർവേഴ്സിൽ സാധാ എർത്തും ഉണ്ട്, ഹോളോ എർത്തും ഉണ്ട്. നമ്മുടെ ഭൂമിക്ക് അടിയിലോട്ട് പോകുന്നൊരു ഡയമെൻഷനാണ് ഹോളോ എർത്ത്. അതിനിടയിൽ നിൽക്കുന്നൊരു സ്പേസ് ആയിട്ടാണ് ഈ പറഞ്ഞ ആക്സിസ് മുണ്ടിയെ കൊണ്ടുവരുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ സ്ട്രേഞ്ചർ തിങ്സിലെ അപ്സൈഡ് ഡൗൺ ഇല്ലേ, അത് ഹോക്കിൻസിനും ഡയമെൻഷൻ എക്സിനും ഇടയിൽ നിൽക്കുന്നൊരു സ്പേസ് ആണല്ലോ, അല്ലെ എർത്തിനും ഡയമെൻഷൻ എക്സിനും. അതുപോലെ ഇപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എടുത്താൽ പല യൂണിവേഴ്സുകൾക്കിടയിൽ ഒരു സ്പേസ് ഉണ്ട്. അവിടെയാണ് ഇവർ ബുക്ക് ഓഫ് വിശാന്തി എടുക്കാൻ പോകുന്നത്. അതേ സെയിം ലോജിക്കാണ് ഇവിടെയും വരുന്നത്. ഹോളോ എർത്ത് ഉണ്ട്, നോർമൽ എർത്ത് ഉണ്ട്, എന്നാൽ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഡയമെൻഷൻ, അതാണ് ആക്സിസ് മുണ്ടി. ഫസ്റ്റ് സീസണിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് വന്നൊരു സ്പേസും കൂടിയായിരുന്നു ഈ ആക്സിസ് മുണ്ടി. അപ്പോൾ ഈ ആക്സിസ് മുണ്ടി എന്ന ഡയമെൻഷന് കുറേ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഇത് ബേസിക്കലി സാധാ എർത്തിനും ഹോളോ എർത്തിനും ഇടയിൽ നിൽക്കുന്ന സ്പേസ് ആണല്ലോ. അപ്പോൾ രണ്ടിൻ്റെ ഫിസിക്സ്, രണ്ടിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ഫിസിക്സും ഗ്രാവിറ്റി ഫോഴ്സസും ആണുള്ളത്. അത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്ന സ്പേസ് ആണിത്. അപ്പോൾ ചില കാര്യങ്ങൾ കോൺട്രഡിക്ടറി ആവും, ചില കാര്യങ്ങൾ കണക്റ്റ് ആവും. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഫിസിക്സ് ആണ് ഇവിടെ ഉള്ളത്. പല കാര്യങ്ങളും ഇവിടെ സ്ലോ മോഷനിൽ നടക്കാം. അതേപോലെ നമ്മുടെ കണ്ടുള്ള ഫിസിക്സ്, ഗ്രാവിറ്റി ഒന്നും ഇവിടെ ആപ്ലിക്കബിൾ ആവണമെന്നില്ല. അതേപോലെ മറ്റൊരു കാര്യം ഇവിടെ വരുന്നത് ടൈം ഡയലേഷൻ ആണ്. ഇൻറ്റർസ്റ്റെല്ലാർ കണ്ടവർക്ക് ടൈം ഡയലേഷൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അവിടുത്തെ ഇത്ര ദിവസം ഇവിടോട്ട് വരുമ്പോഴേക്കും വർഷങ്ങളായിരിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സീസൺ 1 1960s കാണാതാവുന്ന കെയ്ക്കോ എന്ന ക്യാരക്ടർ ഇവഞ്ച്വലി 2017 തിരിച്ചു വരുമ്പോഴേക്കും ആകെ വെറും 54 ദിവസം മാത്രമാണ് കെയ്ക്കോ അവിടെ കഴിച്ചു കൂട്ടിയത്. അതായത് ഇത്രയും പതിറ്റാണ്ടുകൾ ഇവിടെ ഭൂമിയിൽ കടന്നുപോയി. പക്ഷേ കെയ്ക്കോയെ സംബന്ധിച്ചിടത്തോളം അത് വെറും 54 ദിവസങ്ങൾ മാത്രമാണ്. ഇത് വെച്ചിട്ടാണ് മൊണാർക്ക് സീരീസിലെ പല ക്യാരക്ടേഴ്സിൻ്റെ ഏജിങ് ഒക്കെ ഇവർ ലോജിക്കലാക്കിയിട്ടുള്ളത്. സോ ഈ ഒരു സംഭവം വളരെയധികം മൈൻഡ് ബ്ലോയിങ് ആണ് ഈ ഒരു യൂണിവേഴ്സിലേക്ക് വരുമ്പോൾ. കാരണം നമ്മൾ മെയിൻ സ്ട്രീം ആയിട്ടുള്ള മൂവീസിലൊന്നും ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ സീരീസിലേക്ക് വന്നപ്പോഴേക്കും ഈ ഒരു പുതിയ ഡയമെൻഷനും അതേപോലെ ഇതിനകത്ത് വരുന്ന ഈ ടൈം ഡയലേഷനും ഒക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട്, ഈ ഒരു സീരീസിൻ്റെ കഥ നടക്കുന്ന സമയത്ത് ഗോഡ്സില്ലയും കോങ്ങും തമ്മിൽ മീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിനാണല്ലോ ഇവർ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. എന്നാൽ അതിനൊക്കെ ഒരുപാട് മുമ്പേ നടക്കുന്ന കഥകളാണ് മൊണാർക്ക് സീസൺ 1 ഇപ്പോൾ വരാൻ പോകുന്ന സീസൺ 2. അപ്പോൾ ഈ ആക്സിസ് മുണ്ടിയിൽ കുറേ പോർട്ടൽസ് ഉണ്ട്. ഈ പോർട്ടൽസ് ആണ് നമ്മുടെ സർഫസ് എർത്തുമായിട്ട് കണക്ട് ചെയ്യും. അതായത് നമ്മൾ ഇക്കാലം ഇത്രയും കണ്ട മോൺസ്റ്റേഴ്സ് ഒക്കെ മിക്കവരും സർഫസ് എർത്തിലേക്ക് വന്നത് ഈ പോർട്ടൽസ് കാരണമാണ്. അവർ ആ ഒരു ഹോളോ എർത്തിൽ നിന്ന് ഇവിടേക്ക് വരുന്നു, ഇവിടുന്ന് പോർട്ടൽസ് ഉപയോഗിച്ചിട്ട് ഭൂമിയിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു പോർട്ടൽസ് ഓപ്പൺ ആവണമെങ്കിൽ ഈ പറഞ്ഞ കൈജൂസ് അഥവാ മോൺസ്റ്റേഴ്സ് ഉണ്ടായി തീരും. അല്ലാതെ ഹ്യൂമൻസിന് ചുമ്മാ പോയി പോർട്ടൽ നിന്ന് ഓപ്പൺ ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആക്സിസ് മുണ്ടി ഡയമെൻഷനിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഏതെങ്കിലും കൈജു വന്നിട്ടൊരു പോർട്ടൽ ഓപ്പൺ ആക്കണം, അതിൻ്റെ കൂടെ ചാടിപ്പോണം. അപ്പം അങ്ങനെ നമ്മൾ സീസൺ 1 അവസാനത്തേക്ക് വരുമ്പോഴേക്കും എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ലീഷോ എന്ന ക്യാരക്ടർ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലീഷോയെ കാണിച്ചുകൊണ്ടാണ് സീസൺ 2 ടീസർ ആരംഭിക്കുന്നത്. മിക്കവാറും ലീഷോ ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഒരു പോർട്ടൽ ഓപ്പൺ ആക്കി ഏതെങ്കിലും കൈജുവിനെ ലൂർ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ ആ കൈജു ആകാം ടൈറ്റൻ എക്സ്. എന്നാൽ ലീഷോ കൊണ്ടുവരുന്ന ഈ ഒരു സെയിം കൈജു തന്നെയാണ് ടൈറ്റൻ എക്സ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്ത മിസ്റ്റേക്ക് മൂലം ടൈറ്റൻ എക്സ് എർത്തിലോട്ട് വന്നു എന്നൊക്കെ പറയാമല്ലോ. ഇനി പറയാനുള്ളത്, ആരാണ് ശരിക്കും ഈ ടൈറ്റൻ എക്സ്? ടൈറ്റൻ എക്സ് ഒരു ഒറിജിനൽ കൈജുവാണ് ആസ് ഓഫ് നൗ. അതായത് ഇതുവരെ മറ്റ് പഴയ ഗോഡ്സില്ല സിനിമകളിലോ കോമിക്സിലോ ഒന്നും ഈ ഒരു കൈജു വന്നിട്ടില്ല. ഒരു പുതുപുത്തൻ കൈജുവാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ പണ്ട് വന്നിട്ടുള്ള പല കൈജൂസിൻ്റെയും പല ഫീച്ചേഴ്സും ഇതിനുണ്ടായേക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ കാണാൻ പറ്റുന്നത് ഒന്ന്, ഇതൊരു ഒക്ടോപ്പസിനെ പോലാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു തലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഗോഡ്സിലെ പോലെ ഇരിക്കുമെങ്കിലും ഫുൾ രൂപം എടുത്തു കഴിയുമ്പോൾ ഒക്ടോപ്പസിനാണ്. നമ്മൾ അതിൻ്റെ ഒരു ഷോട്ട് കാണുന്നുണ്ട്. അവിടെ കാണിക്കുന്നത് നീലത്തിമിംഗലത്തെയാണ്. അതായത് ഭൂമിയിലെ ഏറ്റവും വലിയ ജന്തുവാണല്ലോ ഈ നീലത്തിമിംഗലം.
ഇത് നീലത്തിമിംഗലത്തെക്കാൾ എത്രയോ ബിഗ്ഗറാണ് ഈ പറഞ്ഞ ടൈറ്റനെക്സ്. ആ ഒരു വലിപ്പം അവർ പ്രോപ്പറായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ടൈറ്റനെക്സിന് ഇത്രയും വലിയ ടെൻഡക്കിൾസ് കാണുന്നുണ്ട്. സോ ഈ ഒരു ടെൻഡക്കിൾസ് ഒക്കെ വെച്ചൊരു ഒക്ടോപ്പസ് ലൈക്ക് ആയിട്ടുള്ള ഒരു ഓഷ്യൻ കൈജു ആണ് ടൈറ്റനെക്സ്. ഓക്കെ, അപ്പോൾ ഈ ടൈറ്റനെക്സിന് 2 പ്യൂപ്പിൾസ്, അവ 2 കൃഷ്ണമണിയുണ്ട്. ഇത് ഓഷ്യനിൽ വളരുന്ന പല ക്രീച്ചേഴ്സിനും പല രീതിയിലുള്ള മ്യൂട്ടേഷൻസും മറ്റും സംഭവിക്കാറുണ്ട്. കാരണം അവർ ജീവിക്കുന്നത് വേറൊരു സെറ്റ് ഓഫ് സ്ഥലത്താണല്ലോ. അപ്പോൾ അവിടെ ഈ 2 കൃഷ്ണമണി വരുന്നത് ഒരേ സമയം ഈ വാട്ടറിന് മുകളിലും വാട്ടറിന് താഴെയും നോക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഈ ഗോഡ്സില്ല കോങ് അടക്കമുള്ള മാനമുട്ടുന്ന മോൺസ്റ്റേഴ്സിനെ കൈജു എന്നാണ് ജാപ്പനീസിൽ പറയുക. ജപ്പാൻകാരാണ് കൈജു എന്നൊരു ഹോൾ സബ് ജേണർ തന്നെ വേൾഡ് വൈഡ് പോപ്പുലർ ആക്കുന്നത്. ഇപ്പോൾ അതേ ഹോളിവുഡിൽ നിന്ന് മോൺസ്റ്റർവേഴ്സ് അടക്കമുള്ള കണ്ടന്റുകളും വരുന്നു. എന്നാൽ നമ്മുടെ ഇന്ത്യക്ക് പ്രോപ്പറായിട്ടൊരു കൈജു കണ്ടന്റ് ഇതുവരെ ഇല്ല. പക്ഷേ ഇപ്പോൾ മലയാളത്തിൽ നമ്മുടെ ഇന്ത്യയിലെ ആദ്യ കൈജു നോവൽ അണിയറയൊരുങ്ങുകയാണ്. അതാണ് കൈജു യുഗ. 2026 തന്നെ റിലീസാവാൻ പോകുന്ന ഈ നോവൽ പബ്ലിഷ് ചെയ്യുന്നത് കാന്തമലചരിതം ജഹന്നെ അടക്കമുള്ള ഹിറ്റ് നോവലുകൾ ഇറക്കിയിട്ടുള്ള എറ പബ്ലിക്കേഷൻസ് ആണ്. അതിൻ്റെ ഒരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, കാരണം ഈ നോവൽ എഴുതുന്നത് ഞാൻ തന്നെയാണ്. അതെ, ഇത്രയും കാലം യൂട്യൂബിൽ ഈ മോൺസ്റ്റർവേഴ്സും ബാക്കിയുള്ള മോൺസ്റ്റേഴ്സിനെ പറ്റിയൊക്കെ പറഞ്ഞു നടന്നിട്ട് ഇപ്പോൾ സ്വന്തമായിട്ടൊരു കണ്ടന്റ് ആദ്യമായി ഞാൻ എഴുതാൻ പോകുന്ന നോവലാണ്. അത് തന്നെ ഇത്തരത്തിലൊരു കണ്ടന്റ് ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ മോൺസ്റ്റർവേഴ്സും ടോഹോ സിനിമകളുടെയൊക്കെ റിപ്പ് ഓഫ് ആയി മാറാതെ നമ്മുടെ ഇന്ത്യയുടേതായ ഒരു യുണീക്ക് കണ്ടന്റ് ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സോ നോവൽ ഈ പറഞ്ഞ പോലെ 2026 പകുതി അല്ലെങ്കിൽ ടുവേർഡ്സ് ദ എൻഡ് ആയിരിക്കും റിലീസ്. ഞാനിപ്പോൾ അതിൻ്റെ വർക്ക്സിലിരിക്കുകയാണ്. സോ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോവലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ അപ്പോൾ തന്നെ വീഡിയോസിലൂടെയൊക്കെ ഇൻഫോം ചെയ്യാം. നമുക്കറിയാം ഏകദേശം മാർവലൊക്കെ ചെയ്യുന്ന പോലെയാണ് മോൺസ്റ്റർവേഴ്സും. അവർ ഡയറക്റ്റായിട്ട് ഒരു സാധനം അഡാപ്റ്റ് ചെയ്യത്തില്ല. പണ്ട് മുതലേ വന്നിട്ടുള്ള കോമിക്സ് ആയാലും അതേപോലെ മെയിനായിട്ട് ഗോഡ്സിലയുടെ ടോഹോ മൂവീസും അല്ലെ ടോഹോയുടെ ബാക്കി മോൺസ്റ്റർ മൂവീസ്, അതിൽ നിന്നൊക്കെയുള്ള മോൺസ്റ്റേഴ്സിനെയും എലമെന്റ്സിനെ എടുത്താണ് MCU ഒക്കെ പോലെ ഈ യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് ഒരു സാധനം അഡാപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ വേരിയേഷൻസ് സംഭവിക്കാം. പുതിയ കൈജൂസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താലും മറ്റേതെങ്കിലും കൈജൂസിന്റെ റീപ്ലേസ്മെന്റ്സോ അല്ലെങ്കിൽ മിക്സ് ചെയ്തൊരു വെർഷനോ ഒക്കെ ആവാം. അങ്ങനെ ഇപ്പോൾ ടൈറ്റനെക്സ് ബയോലാൻഡയുടെ ഒരു ഡിഫറൻറ്റ് വെർഷൻ ആയിരിക്കാം എന്നൊരു തിയറി ഉണ്ട്. ബയോലാൻഡെ ആയിരിക്കും സൂപ്പർനോവയിലെ വില്ലൻ എന്ന് പറഞ്ഞു. സൂപ്പർനോവ ടൈറ്റിലൊക്കെ വരുന്നതിന് മുന്നേ വില്ലൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ സൂപ്പർനോവ വന്നപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയത് ഇതൊരു പക്ഷേ ഒരു സ്പേസ് വില്ലൻ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ബയോലാൻഡെ കാരണമാണ് സ്പേസ് ഗോഡ്സില്ല ഉണ്ടാകുന്നത്. ഓക്കെ, ബയോലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു പ്ലാൻ ബേസ്ഡ് കൈജു ആണ്. ആ ഈ പ്ലാൻ ബേസ്ഡ് കൈജു ഒരു സെൽ മ്യൂട്ടേഷൻ കാരണമാണ് ഉണ്ടാവുന്നത്. ഈ കൈജുവിൻ്റെ ഉള്ളിൽ മറ്റൊരു സോളുണ്ട്. അത് മരിച്ചു പോയിട്ടുണ്ടായിരുന്ന ഹ്യൂമൻ ആയിട്ടുള്ള ഒരു വുമൻ്റെയാണ്. ബയോലാൻഡയുടെ ഹോൾ മൂവി സർക്കിൾ ചെയ്യുന്നത് ഈ ഒരു എലമെൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഏറ്റവും അവസാനം ആ ഒരു സിനിമയിൽ ബയോലാൻഡെ മരിക്കുന്നു. അങ്ങനെ ബയോലാൻഡയുടെ സോള് ഭയങ്കര ഡസ്റ്റായിട്ടൊക്കെ സ്പേസിലോട്ട് പോകുന്നു. സോള് മാത്രമല്ല അതിൻ്റെ പല എലമെൻസും. അങ്ങനെ സ്പേസിൽ ഈ പറഞ്ഞ കൈജു എലമെൻസ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോയി അവിടെ വെച്ചുണ്ടായ കുറേ രാസപ്രക്രിയ കാരണമാണ് സ്പേസ് ഗോഡ്സില്ല എന്ന വില്ലൻ ഉണ്ടാകുന്നത്. നമ്മൾ നെക്സ്റ്റ് സ്പേസ് ഗോഡ്സില്ലയുടെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒറിജിനലോട്ടൊക്കെ പോകാം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബയോലാൻഡെ ഉള്ളതുകൊണ്ട് ബയോലാൻഡെ മരിച്ച് ബയോലാൻഡയുടെ എസെൻസ് സ്പേസിലോട്ട് പറന്ന് പൊടി പോലെ പോയാണ് സ്പേസ് ഗോഡ്സില്ല ഉണ്ടാകുന്നത്. ഇവിടേക്ക് വരുമ്പോൾ അത് ബയോലാൻഡേക്ക് പകരം ഈ ടൈറ്റൻ എക്സ് ആക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സൂപ്പർനോവയിലോട്ട് വരുമ്പോൾ ബയോലാൻഡേയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനുശേഷം ഈ പറഞ്ഞ സ്പേസ് ഗോഡ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഹോൾ സ്റ്റോറി 2 സിനിമയിലായിട്ടൊക്കെ നേരത്തെ ടോഹോ സിനിമകളിൽ കാണിച്ച സ്റ്റോറി കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബയോലാൻഡേക്ക് പകരമായിട്ട് ഈ ടൈറ്റൻ എക്സിനെ മൊണാർക്കിൽ കൊണ്ടുവന്നിട്ട് ഇതിൽ അവസാനം ടൈറ്റൻ എക്സ് മരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രക്രിയ കാരണം ഉണ്ടാവുന്ന ഒരു പ്രോസസ്സ് കൊണ്ട് ഓവറോൾ ഈ പറഞ്ഞ സ്പേസ് ഗോഡ്സിൽ ക്രിയേറ്റ് ആവുന്നു. ആ സ്പേസ് ഗോഡ്സിൽ സൂപ്പർനോവയിൽ വരുന്നു എന്നാകാം സ്റ്റോറി. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് 2017 ഇതിൻ്റെ കഥ നടക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ സൂപ്പർനോവയൊക്കെ 2027 റിലീസാവുന്നത്. ഏകദേശം ആ ടൈമിലായിരിക്കുമല്ലോ കഥയെന്ന്. അപ്പോൾ ഇവിടെ മറ്റേ നേരത്തെ പറഞ്ഞ ടൈം ഡൈലേഷൻ കടന്നു വരുന്നുണ്ട്. ഓക്കെ, 2014 ഇതിൻ്റെ ഒരു മെയിൻ പ്ലോട്ട് സീസൺ 1 നടന്നത്. പക്ഷേ ഇത് എൻഡ് ചെയ്യുമ്പോൾ ടൈം ഡൈലേഷൻ കാണും 2017 എൻഡ് ആവുന്നു. അങ്ങനെ സീസൺ 2 മെയിൻലി 2017 നടക്കുന്നത്. അപ്പോൾ ഇതേ സെയിം ലോജിക്ക് ഇവിടെ വീണ്ടും വരാം. ഇതിലേതെങ്കിലും ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള കുറേ പേരോ ഈ പറഞ്ഞ ആക്സസ് മുണ്ടിയിൽ പെട്ടുപോയിട്ട് ഒരുപക്ഷെ സീരീസിൻ്റെ അവസാനം തിരിച്ചു വരുമ്പോൾ 2027 ആയി കാണും. അപ്പോഴേക്കും ഈ പറഞ്ഞ ടൈറ്റൻ എക്സ് കാരണം ടൈറ്റൻ എക്സിനെ കൊല്ലുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ടൈറ്റൻ എക്സ് മൂലം ബയോലാൻഡെ മൂലം സ്പേസ് ഗോഡ്സിലെ ഉണ്ടായതുപോലെ ടൈറ്റൻ എക്സ് മൂലം സ്പേസ് ഗോഡ്സിലെ ഉണ്ടാവുന്നു. അങ്ങനെ സൂപ്പർനോവയിലെ സംഭവങ്ങൾ സെറ്റപ്പ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ടൈറ്റൻ എക്സും ഒരുപക്ഷെ ഏലിയൻസ് ക്രിയേറ്റ് ചെയ്തായിക്കൂടെ? ബയോലാൻഡെ ഭൂമിയിലുണ്ടായി അതിൻ്റെ ആഷസും മറ്റും മുകളിലോട്ട് പോയാണ് സ്പേസ് ഗോഡ്സിലെ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. പക്ഷേ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഗൈഗൻ കൈജുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൈഗൻ ആക്ച്വലി ഈ സ്പേസിലുള്ള കുറേ ഏലിയൻസ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഒരു വലിയ മോൺസ്റ്ററാക്കി മാറ്റിയൊരു കൈജുവാണ്. വേറെ ഏതോ പ്ലാനറ്റിൽ ജീവിച്ചിരുന്ന ഒരു ഏലിയൻ കൈജു. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴും ആ ഒരു ഏലിയൻ സെറ്റപ്പ് ആയിക്കൂടെ ടൈറ്റൻ എക്സ്. അതായത് ഭൂമിയിൽ അല്ലെങ്കിൽ ഹോളോ എർത്തിൽ ഏലിയൻസ് വളരാൻ വിട്ട ഒരു കൈജു, ഗോഡ്സില്ലയുടെ റെപ്ലിക്ക ആകാൻ നോക്കുന്ന ഒരു കൈജു. കാരണം നമുക്ക് ടൈറ്റൻ എക്സിൻ്റെ ആദ്യം കാണിക്കുന്ന രൂപത്തിൽ ഗോഡ്സില്ലയുടെ ഒരു വേരിയേഷൻ പോലെ തോന്നുന്നു. അതേപോലെ കണ്ണിൻ്റെ പ്യൂപ്പിൾ കളർ എടുത്താലും നീല ഗോഡ്സില്ലയുടെ ഐക്കോണിക് കളറാണ്. സോ ഗോഡ്സില്ലെ പോലെ ഒരുപക്ഷെ ഈ പറഞ്ഞ ഏലിയൻസ് ക്രിയേറ്റ് ചെയ്ത ഒരു മോൺസ്റ്റർ ആയിരിക്കാം ഈ ടൈറ്റൻ എക്സ്. അങ്ങനെ ടൈറ്റൻ എക്സ് പക്ഷേ ഒരു ഫെയിൽഡ് എക്സ്പെരിമെൻ്റ് ആവാനൊരു ചാൻസ് ഉണ്ട്.
ഈ ഫെയിൽഡ് എക്സ്പെരിമെൻ്റ് ആയ ടൈറ്റൻ എക്സ് വീണ്ടും റീസർഫസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏലിയൻസ് ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്നൊരു ടൈമോ ഒക്കെ ആയിരിക്കാം ഈ സീസൺ 2 കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഫെയിൽഡ് എക്സ്പെരിമെൻ്റ് ആകും, അല്ലെങ്കിൽ സീസൺ 2 അവസാനം കീഴ്പ്പെടുത്തപ്പെടുകയാണെങ്കിൽ ഏലിയൻസ് ഇതിൻ്റെ ഒരു ബെറ്റർ വെർഷനെ ഉണ്ടാക്കും. അതാകാം സ്പേസ് ഗോഡ്സില്ല. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പഴയ ടോഹോ സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ബയോലാൻഡേ കാരണമാണ് ഈ പറഞ്ഞ സ്പേസ് ഗോഡ്സില്ല നാച്ചുറലി ഉണ്ടാകുന്നത്. പക്ഷേ അല്ലാതെ ഈ ഗൈഗൻ്റെ ഒക്കെ ഒറിജിൻ എടുക്കുകയാണെങ്കിൽ ഏലിയൻസ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കി. ഞാൻ നേരത്തെ പറഞ്ഞത് MCU ഒക്കെ പോലെ പല കഥകളും മിക്സ് ചെയ്താണ് മോൺസ്റ്റർ വേഴ്സ് വരുന്നത്. സോ മിക്കവാറും ഏലിയൻസ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു കൈജു ആകാനും ഈ ടൈറ്റൻ എക്സിന് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ ടീസറിൽ നിന്ന് ഇത്ര ഇൻഫോ മാത്രമാണ് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ടൈറ്റൻ എക്സ് എന്ന് പറയുന്നത് ഒരു പുതിയ ഒറിജിനൽ മോൺസ്റ്റർ ആണ്. ഇതുവരെ മറ്റു പഴയ സിനിമകളിലൊന്നും വരാത്തൊരു പുതിയ ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇതിൻ്റെ പവേഴ്സ് എന്നും എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നും ഒക്കെ സീരീസ് പ്രോപ്പർലി ഇറങ്ങിയാലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഫെബ്രുവരി 27 ആദ്യ എപ്പിസോഡ് റിലീസാവുക. പിന്നീട് അങ്ങോട്ട് വീക്ക്ലി റിലീസുകൾ ഉണ്ടായിരിക്കും. ഫസ്റ്റ് സീസണിൽ 10 എപ്പിസോഡായിരുന്നു, സെക്കൻഡ് സീസണിൽ 10 എപ്പിസോഡ് തന്നെ ആവും തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഡയറക്റ്റ്ലി സൂപ്പർനോവയെ സെറ്റപ്പ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. അവിടെ മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്നത് സ്പേസ് ഗോഡ്സില്ലയാണ്. ഗോഡ്സിലയുടെ സ്പേസ് ക്ലോൺ എന്നൊക്കെ തന്നെ സ്പേസ് ഗോഡ്സിലെ പറ്റി പറയാം. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ സ്പേസ് ഗോഡ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടൻസ് ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ അതിപ്പോൾ കൈജു മോൺസ്റ്റർ മാത്രമല്ല മറ്റ് ഹോളിവുഡ് മൂവി സീരീസിലുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ നോവലായിട്ടുള്ള കൈജുവിനെ പറ്റി മറക്കാതിരിക്കുക. അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ അപ്പോൾ തന്നെ അറിയിക്കാം. അപ്പോൾ ഇനി അടുത്ത വീട്ടിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടാക്കീസ്.